to the Sangeet Utsavam of our St. George Parish Church. First of all, I would like to call upon youth members for the prayer song. We'll start this musical evening with a prayer song. So I request all the youth members to come on the stage. Everybody please stand up. Please welcome St. George Youth. Please come forward. मन का विश्वास कमजोर होना, इतनी शक्ति हमें देना दाता। मन का विश्वास कमजोर होना, हम चले नेक रास्ते पे हमसे भूल कर भी कोई भूल होना, इतनी शक्ति हमें देना दाता। मन का विश्वास कमजोर होना, दूर अज्ञान की हो अंधेरे, तू हमें ज्ञान की रोशनी दे। हर बुराई से बचते रहे हम, जितनी भी गई भली जिंदगी में। बैर होना किसी का किसी से, भावना मन में बदलेगी होना। हम चले नेक रास्ते पे हमसे भूल कर भी कोई भूल होना, इतनी शक्ति हमें देना दाता। मन का विश्वास कमजोर होना, हमने सोचे हमें क्या मिला है, हम ये सोचे कि क्या है अर्पण। मूल खुशियों के बाटे सभी को, सबका जीवन ही बन जाए मधुबन। अपनी करुणा बजल तू वहाँ के, कर दे पावन हर एक मन का कोना। हम चले नेक रास्ते पे हमसे भूल कर भी कोई भूल होना, इतनी शक्ति हमें देना दाता। मन का विश्वास कमजोर होना। I would request the Reverend Father Paul Kurgo Parambil, our respected churches, and our distinguished trustees, Mr. N.A. Chodes and Mr. Emmanuel Joseph, for the lighting of the camp. And also our Reverend sisters. Please clap for them. that is, the beating of a heart which lasts to the end of the life. Music. Music is present everywhere.
in the crying of babies, in the barking of dogs, to the falling of the raindrops. It is such a common thing, yet we are unknown to it. Now, all of us would be enthusiastic to know who are the church. So I call upon our own Reverend Father, Mr. Father Paul Kundaparambis, to disclose the suspense and share his views on the music. വലിയ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്കുള്ളത് മിസ്റ്റർ ജോർജ് കാന്തികളിൽ നിന്നുള്ള അങ്കിളാണ്. അദ്ദേഹം 2 വർഷം മുമ്പാണ് തോന്നുന്നു സണ്ണി അവാർഡ് കൊയർ കോമ്പറ്റീഷന് അവരുടെ യൂണിറ്റാണ് ഫസ്റ്റ് വന്നത് ഡയസിസിൽ. അതുപോലെ തന്നെ ഞാൻ അച്ഛന്മാരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പറ്റിയ ഒരു ജഡ്ജിനെ, അച്ഛനെയും ജോർജ് അങ്കിളിനെയാണ് ആദ്യം ഉദ്ദേശിച്ചത്. നമ്മൾ പറഞ്ഞ അച്ഛനെ നമുക്ക് സാധ്യമായി കിട്ടിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഏറ്റവും ഭംഗിയായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ബഹുമാനപ്പെട്ട ജോർജ് അങ്കിള്. ഈ അവസരത്തിൽ ജോർജ് അങ്കിളെ ഞാൻ നന്ദിയോടെ ഹാർദവമായി നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് അതുപോലെ നമുക്കുള്ളതാണ് ബ്രദർ അലക്സ്. ബ്രദർ കോട്ടയത്ത് ആലുവ സെമിനാരിയിൽ പഠിച്ച് നമ്മുടെ ബിഷപ്സ് ഹൗസിൽ റീജൻസ് ചെയ്യുന്നു. ബ്രദർ മ്യൂസിക്കിനെ കുറിച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി മ്യൂസിക്കിന്റെ താളലയ അവതരണങ്ങളൊക്കെ ബ്രദറിന് അത്യാവശ്യമായിട്ട് അറിയാം. അത്യാവശ്യം ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യും. അപ്പോൾ ബ്രദറും നമുക്ക് വേണ്ടി ഇന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ബ്രദറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് ഇവിടെയുള്ള ഓരോരുത്തരുമാണ്. കൊയറിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒത്തിരിയേറെ പരിശ്രമിച്ച കൊയർ ലീഡേഴ്സ്. നമുക്കിവിടെ ഒരു കൊയർ ലീഡർ ഉണ്ട് പള്ളിക്ക് വേണ്ടിയിട്ട്, മിസ്സസ് സോജൻ. അപ്പം അതോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ ഇപ്പൊ 8 കൊയർ ലീഡേഴ്സ് ഉണ്ട്. അപ്പം അതിന്റെ അത് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുക, നമ്മൾ ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും പാട്ട് പാടുന്നുണ്ട്. ചിലര് സ്റ്റേജിൽ പാടുന്നു, ചിലര് കുളിക്കുളിയിൽ പാടുന്നു അല്ലെ. നമ്മൾ എപ്പോഴെങ്കിലും പാട്ട് പാടും, എങ്ങനെയെങ്കിലും ഒക്കെ പാട്ട് പാടും. കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന താളലയ ഹൃദയങ്ങളോടും എല്ലാം ഇതിനകത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചത്, സൂര്യൻ കുറച്ചുകൂടെ അടുത്ത് പോയിരുന്നെങ്കിൽ നമ്മളൊക്കെ കരിക്കട്ടയായനെ. സൂര്യൻ കുറച്ചുകൂടെ അകന്നു പോയാൽ നമ്മളൊക്കെ ഐസും കട്ടയായനെ. ഇനി ഒരു 5 ഇഞ്ചോളം ചന്ദ്രൻ ഭൂമിയോട് അടുത്തിരുന്നെങ്കിൽ വേലിയേറ്റ 50 അടി ഉയർന്നേനെന്ന് പറയണേ. വേലിയേറ്റങ്ങൾ ഉണ്ടാവില്ലേ, അത് 50 അടി ഉയർന്നേനെ. 5 ഇഞ്ചോളം ചന്ദ്രൻ ഭൂമിയോട് അടുത്തിരുന്നെങ്കിൽ. അപ്പോൾ ഇതിനൊക്കെ ഋതുവുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഋതുവുണ്ട്, താളമുണ്ട്. നമ്മൾ ചിലർക്ക് ഋതുവുണ്ട്, താളമില്ല. ചിലർക്ക് താളമുണ്ട്, ഋതുവില്ല. ഇനി അത് ശരിയാക്കാനായിട്ടാണ് നമ്മൾ ഇതൊക്കെ പരിശ്രമിക്കുന്നത്. ചിലർക്ക് ഋതുവും താളമുള്ളവര് നന്നായിട്ട് പാടും. നമ്മൾ ട്രൈ ചെയ്യുന്നു. അല്ലെ, എനിക്കിപ്പോ ചിലപ്പോൾ ഋതം ഉണ്ടായിരുന്നില്ല, ചിലപ്പോൾ താളം ഉണ്ടാവും. പറഞ്ഞ പോലെ നമ്മൾക്കൊക്കെ ഋതുവും താളങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിലുള്ള മ്യൂസിക്കിനെ ടാഗോർ പറയുക, ടാഗോർ എന്താണ് പറയുക? ടാഗോർ പറയുന്നത് ദൈവത്തിന്റെ കയ്യിൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ഓരോ വ്യക്തിയെയും കാണുന്നത്. ടാഗോർ അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലിയെ മനോഹരമായിട്ട് നീ എന്നെ ഉപയോഗിക്കുക, ഞാൻ നിന്റെ ഒരു ഉപകരണം മാത്രം എന്ന് പറഞ്ഞ ടാഗോർ, വീണയാണ് ഞാൻ നീ എന്നെ വീണയെ മീട്ടിയില്ലെങ്കിൽ എന്തുപകാരം. നിങ്ങളൊരു കഥ കേട്ടുകയാണ്, ഞാൻ കഥ പറഞ്ഞാൽ സമയം പോകും. ഒരിക്കലും ഒരു മനുഷ്യൻ വയലിൻ ലേലം ചെയ്യാൻ പോവാം. വയലിൻ ലേലം ചെയ്യാൻ പോയ അവസരത്തില് പൊടി പിടിച്ചൊരു വയലിനായിരുന്നു. ആർക്കും വേണ്ട ഈ വയലിന് ആർക്കും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് $1 പറഞ്ഞു, $2, ആദ്യം $5 പറഞ്ഞു, പിന്നെ $2 പറഞ്ഞു. $1 പോലും എടുക്കാനായിട്ട് ആരും ഇല്ല. കാരണം അത് പൊടി പിടിച്ചൊരു വയലിനായിരുന്നു. ഒരു പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വയലിൻ പൊടി പിടിച്ച് കിടന്നിരുന്നത്. അങ്ങനെ കിടന്നു $1 പോലും ഇല്ലാതെ, ആരും എടുക്കാനില്ലാതെ ആയപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാനതൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന്റെ പൊടിയൊക്കെ തട്ടി, ആ ലേലം ചെയ്യുന്ന സ്റ്റേജിൽ വെച്ച് അതിന്റെ പൊടിയൊക്കെ തട്ടി അദ്ദേഹം അതിൽ മനോഹരമായിട്ട് ഗീതം വായിച്ചു. അപ്പോൾ അത് വിലമതിക്കാൻ പറ്റാത്തത്ര ഭംഗിയുള്ളതും മനോഹാരിതമായിട്ട് തീർന്നു. നമ്മളിലൊക്കെയുള്ള ഈ സംഗീതം ഉണരണം. അത് ചിലപ്പോൾ കുടുംബസമ്മേളനത്തിന് പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടുമ്പോഴായിരിക്കാം, പള്ളിയിൽ അന്നാമസ പാടുമ്പോഴായിരിക്കാം, വീട്ടില് കൊച്ചിനെ ഉറക്കുമ്പം അമ്മ താരാട്ട് പാടുന്നതിനും ഒരു താളമുണ്ട്, അല്ലെങ്കിൽ കൊച്ചു ഉറങ്ങില്ല. അപ്പം ഇവരൊക്കെ നിങ്ങളൊക്കെ അമ്മമാര് നമ്മളെയൊക്കെ പാടി ഉറക്കിയിട്ടുള്ളതാണ്. അപ്പൊ അവർക്കൊക്കെ താളം ഉണ്ടായിരുന്നു, ലയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുക. എല്ലാവരും പാട്ടുകാരാണെന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ വരണം, എങ്കിലേ അതിനൊരു മനോഹാരിതയുള്ളൂ. ഏതായാലും ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മള് 2 ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സ് ആണ്. ഒന്ന് അമ്മ മാതാവിനെ കുറിച്ചിട്ടും മറ്റേത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട്. 12 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. 11 മിനിറ്റ് കഴിയുമ്പോഴേ, അതായത് നിങ്ങൾ പാട്ട് തുടങ്ങിയതിന് ശേഷം ഉള്ള 12 മിനിറ്റ് ആണ്.
Orthodox unit. Number 2, St. Mary's unit. Number 3, St. Francis Xavier unit. Number 4, St. Vincent de Paul unit. Number 5, St. Joseph unit. Number 6, Holy Family unit. Number 7, Little Flower unit. Number 8, Blessed Alphonse unit. അപ്പോൾ ഈ ഓർഡറിലായിരിക്കും നമ്മളിപ്പോൾ തന്നെ ആരംഭിക്കുകയാണ്. के लिए हम आपसे 4 सवाल पूछेंगे जिसके सही उत्तर देने वालों को स्पॉट प्राइज दिया जाएगा. तो देखते हैं वो भाग्यशाली कौन है. നിങ്ങളുടെ വിനോദത്തിന് വേണ്ടി ഞങ്ങൾ 4 ചോദ്യങ്ങൾ ചോദിക്കും. അതിന്റെ ശരിയായ ഉത്തരം തരുന്നവർക്ക് സ്പോട്ട് പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. നോക്കാം ആ ഭാഗ്യവാന്മാർ ആരാണ്. ഈ സംഗീത് ഉത്സവത്തിലേക്ക് ഞങ്ങൾ ആദ്യത്തെ ക്വയറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Jai
Sorry, this is the wrong answer. Come on, anyone else? The date when the Assumption of Mother Mary was declared by Pope Pius XII. Was declared. മാതാവിന്റെ സ്വർഗാരോപണമായ ഡിക്ലെയർ ചെയ്ത ഡേറ്റ് എന്താ? വർഷവും ദിവസവും അറിയോ? മുതിർന്നവർക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇത് ഡിക്ലെയർ ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പാ. ആ ദിവസവും ഡേറ്റ് നിങ്ങൾക്ക് അറിയോ? ആർക്കെങ്കിലും അറിയോ? They are asking the date the Assumption of Mother Mary is declared as a dogma. അതൊരു സത്യമായിട്ട് മാർപ്പാപ്പ ജോൺ പയസ് XII മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ആ വർഷവും ദിവസവും. മുതിർന്നവർക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഉത്തരം പറയണം. അറിയോ? പ്രൈസ് ലഭിക്കുന്നതായിരിക്കും. ഒരു പ്രൈസ് ഡേറ്റ് അറിയാമോ? വർഷം ഒക്ടോബറില. വേറെ ആർക്കെങ്കിലും അറിയോ? ഒക്ടോബർ ആന്റിക്ക് ഞാനും പറഞ്ഞ് എല്ലാവരും തോറ്റില്ലേ? ആന്റിയുടെ പറയാം. It is 1950 November 1st. ആന്റി മുന്നോട്ട് വരിക. സമ്മാനം ലഭിക്കുന്നതായിരിക്കും. സമ്മാനം സത്യത്തിൽ ആരാധിക്കുന്നു
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അടയുമ്പോൾ കരപറ്റി അണയുമെൻ ചാരേ. കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അടയുമ്പോൾ കരപറ്റി അണയുമെൻ ചാരേ. തകരുന്ന തോണിയും ആഴിയിൽ ചാടാതെ
നന്മ നിറഞ്ഞവളേ കന്യാമറിയമേ നിന്റെ സ്നേഹത്തിൻ മുൻകുടക്കീഴിൽ ഞങ്ങളിൽ ആശ്വസിക്കുന്നു ഞങ്ങൾ സമാശ്വസിക്കുന്നു ഞങ്ങൾ അനാഥ ആലംബഹീന തൂവാതെ പോകുന്ന മഴമുകിൽ താരെ അലയുന്ന വേഴാമ്പൽ ഞങ്ങൾ അനുഗ്രഹിക്കൂ അമ്മേ കൃപ ചൊരിയൂ ഏകോ നിൻ പ്രേമത്താൽ മഴ ചൊരിയൂ നിത്യ സഹായമാതേ നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കണേ നിത്യ സഹായമാതേ നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കണേ നന്മ നിറഞ്ഞവളേ കന്യാമറിയമേ നിന്റെ സ്നേഹത്തിൻ പൊൻകുടക്കീഴിൽ ഞങ്ങളിൽ ആശ്വസിക്കുന്നു നിന്നിൽ ഞങ്ങൾ സമാശ്വസിക്കുന്നു അംഗവിഹീന അന്ധത വന്നവർ സായാഹ്ന സാനുവിൽ മിഴിയിതൾ വാടിയ അലരിന്റെ നാടങ്ങൾ ഞങ്ങൾ അനുഗ്രഹിക്കൂ അമ്മേ കൃപ ചൊരിയൂ പാടാം നിൻ സ്നേഹത്തിൻ കഥ പറയാം അനുഗ്രഹിക്കൂ അമ്മേ കൃപ ചൊരിയൂ പാടാം നിൻ സ്നേഹത്തിൻ കഥ പറയാം നിത്യ സഹായമാതേ നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കണേ നിത്യ സഹായമാതേ നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കണേ നന്മ നിറഞ്ഞവളേ കന്യാമറിയമേ നിന്റെ സ്നേഹത്തിൻ പൊൻകുടക്കീഴിൽ ഞങ്ങളിൽ ആശ്വസിക്കുന്നു നിന്നിൽ ഞങ്ങൾ സമാശ്വസിക്കുന്നു നിന്നിൽ ഞങ്ങൾ സമാശ്വസിക്കുന്നു ഓശാന 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 സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ 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 അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ 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 സ്തുതികളിൽ വാഴുന്ന ദൈവമേ ഓശാന 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 ബലവാനായി വാഴുന്ന സൃഷ്ടാവേ ഓശാന ഓശാന ഓശാന
പരിശുദ്ധൻ പരിശുദ്ധൻ അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ 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 ഹോശാന 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 പരിശുദ്ധ പരമ ത്രിയേക ദൈവം പരിശുദ്ധൻ 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 സ്വർഗീയ വൃന്ദങ്ങൾ അണിചേർന്നു പാടും പരിശുദ്ധൻ 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 പരിശുദ്ധ പരമമാം ത്രിയേക ദൈവം പരിശുദ്ധൻ 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 സ്വർഗീയ വൃന്ദങ്ങൾ അണിചേർന്നു പാടും പരിശുദ്ധൻ 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 ഹോശാന 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 സർവചരാചര സൃഷ്ടാവാം ദൈവം പരിശുദ്ധൻ 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 സർവം ഭരിക്കും കർത്താവാം ദൈവം പരിശുദ്ധൻ 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 സർവചരാചര സൃഷ്ടാവാം ദൈവം പരിശുദ്ധൻ 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 സർവം ഭരിക്കും കർത്താവാം ദൈവം പരിശുദ്ധൻ 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 അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ